ഈ ഒരു റെസിപ്പി ഞാനങ്ങനെ കരുതിക്കൂട്ടി ചെയ്തതൊന്നുമല്ല. വീട്ടില് കുറച്ച് ചീര ഇരിക്കുന്നുണ്ട്, കുറച്ച് പച്ചക്കായ ഇരിക്കുന്നുണ്ട്. എനിക്കൊരു തോരൻ ഉണ്ടാക്കണം. അപ്പൊ ശടപടേന്ന് മനസ്സിൽ തോന്നിയത് വെച്ച് പെട്ടെന്നങ്ങ് ഉണ്ടാക്കിയതാണ്. പക്ഷെ സംഭവം കലക്കി കേട്ടോ. അപ്പൊ ദാണ്ടെ ഇതുപോലെ ഒരു പാത്രത്തില് കുറച്ച് കടുക് താളിച്ചിട്ട് നമ്മുടെ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചക്കായ ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും ഒന്നും കൂടെ മിക്സ് ആക്കണം. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. കുറച്ച് വെള്ളം ഉണ്ടെങ്കിലേ ഇത് വെന്ത് കിട്ടുള്ളൂ. അപ്പൊ കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമുക്കിന്ന് അടച്ചു വെക്കാവേ. അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ആ ഒരു സമയം കൊണ്ട് തേങ്ങയും ചെറിയ ജീരകവും കുഞ്ഞുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരച്ച് മാറ്റി വെക്കണം. ഇനി നമുക്ക് വെന്ത് വന്ന ആ ഒരു പച്ചക്കായ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇനി ഇതിലേക്ക് ചീരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ചീര എടുക്കാം. എൻ്റെ കയ്യിൽ ചുമന്ന ചീരയാണ്. അത് ഇതുപോലെ ചെറുതായിട്ട് അരഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഒന്ന് ഇങ്ങനെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇനി അതും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി അതൊന്ന് പെട്ടെന്ന് കുക്കായി വരും. അപ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ചതച്ച തേങ്ങയൊക്കെ ഉണ്ടല്ലോ അതും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ. നല്ല ടേസ്റ്റും ആണ്. അപ്പൊ എത്ര പേര് ഇങ്ങനെ ട്രൈ ആക്കി നോക്കിയിട്ടുണ്ട്? ട്രൈ ആക്കി നോക്കിയവരെല്ലാം കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ ബൈ ബൈ.